ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളൊരു ദിവസം ആണ് കേട്ടോ. കാരണം ഇനി പെരുന്നാളൊക്കെ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റമളാൻ ഉള്ള സമയത്ത് നമുക്ക് ഷോപ്പിങ്ങിനൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓൾറെഡി ഉള്ള ഐറ്റംസ് കുറച്ച് ക്ലിയറിങ് സെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന ഐറ്റംസൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതുപോലെ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ കയ്യിലില്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടി ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴൊന്നും നമുക്ക് പോയി വാങ്ങിക്കാൻ സാധിക്കില്ല കേട്ടോ. കുറേയൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാറാണ്. ചിലപ്പോൾ അവരോട് ഓർഡർ ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അയച്ച് തരാറുണ്ട്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് പോയി തന്നെ വാങ്ങിക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ച ഒരു ഐറ്റംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഐറ്റംസ് ആവില്ല വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അത്യാവശ്യം നല്ല അടിപൊളി ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നും നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയില്ലല്ലോ. നമ്മൾ ഷോപ്പിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ബൾക്കായിട്ട് വാങ്ങിക്കാം. നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാറില്ല. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. നമുക്ക് വേണ്ട കളേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേണ്ട എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് എത്തിച്ച് തരും കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്ന ഐറ്റംസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പേര് പറഞ്ഞു കൊടുത്ത് ഫോട്ടോസ് അയച്ചു കൊടുത്താൽ അവർ എവിടുന്നോ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുന്ന് തരും. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. ഒരുപാട് കളേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എവിടുന്നാണ് എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവട്ടെ. കാരണം പല വെറൈറ്റികളാണ്. ക്രിസ്റ്റൽസൊക്കെ ഒരുപാട് കളേഴ്സും വെറൈറ്റികളും ഉണ്ട്. അതുപോലെ തന്നെ തസ്ബി മാല പോലെയുള്ള കുറച്ച് നീളമുള്ള ടൈപ്പ് മാലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആകെ വട്ടായി പോകും. കാരണം നമുക്കിതൊക്കെ കാണുന്നതിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. എല്ലാം ഫുള്ള് വാങ്ങിച്ച് കൊണ്ടുവരാൻ തോന്നും. പക്ഷെ നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ടും നമ്മൾ വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യുന്നതുകൊണ്ടും നമ്മൾക്കൊരു പരിമിതി ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ എല്ലാ ഐറ്റംസും ഒന്നും അങ്ങനെ വാങ്ങാറില്ല. അതുപോലെ ഇവിടെ നല്ല അടിപൊളി ലേസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നല്ല വെറൈറ്റി അടിപൊളി കളക്ഷൻസാണ് എല്ലാം. ഞാൻ ലേസിനൊക്കെ നമുക്ക് ആവശ്യക്കാരുണ്ടോ എന്നുള്ളത് ഓർത്തിട്ട് ഞാൻ വാങ്ങിക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത്ര ഐറ്റംസൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസും ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നൂലുകളും സൂചി എംബ്രോയ്ഡറി ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ വെഡ്ഡിങ്ങിനൊക്കെ വെക്കുന്ന ഡ്രസ്സിലൊക്കെ വെക്കുന്ന ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാം കൂടി നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ്. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ടെക്ക്, അതുപോലെ ഗിയർ വയർ, ഇതൊക്കെ ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. പോയി വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് അയച്ചു തരും ചെയ്യും. ഒരുപാട് കളക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി എല്ലാം നോക്കി നേരം പോകുന്നതേ അറിയില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നേരത്തെ ആയിട്ടും പോയിട്ടുണ്ടാവും, എന്നാലും ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയൊക്കെ ആവും. ഇത്രയും നമ്മൾ നോക്കി നോക്കി അങ്ങനെ ഓരോന്ന് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടേ കൺഫ്യൂഷനും അങ്ങനെ ആയിട്ട് ടൈം പോകുന്നേ അറിയില്ല. അതുപോലെ പോളൻസൊക്കെ ഒരുപാട് കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീനും സിൽവർ റെഡ് ഓറഞ്ച് എല്ലാ ഐറ്റംസ് കളേഴ്സ് ഉണ്ട്. ഞാൻ അധികം സിൽവർ വൈറ്റ് ഗോൾഡ് ഈ ഒരു ടൈപ്പ് കളേഴ്സാണ് കൊണ്ടുവരാറുള്ളത്. ഇതൊക്കെ ക്രിസ്റ്റൽ ടെക്സ് ആണ്. അലാസ്റ്റിക് ത്രെഡുകൾ ഉണ്ടാവില്ല, അത് പോംപോം ഗ്ലിറ്ററുള്ള ടൈപ്പാണ് ഇവിടെ അധികം ഉള്ളത്. ഇപ്പം ഞാൻ അതിന് ആവശ്യക്കാരുണ്ടെങ്കിലും അതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, അത് കാരണം ഞാനത് വാങ്ങിക്കാറില്ല. ബീഡ്സൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. ഇതൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയില്ല, ഫുൾ പാക്കറ്റ് മാത്രമേ നമുക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുള്ളൂ. റോളൊക്കെ നമ്മളങ്ങനെ പാക്കറ്റുകളായിട്ടാണ് വാങ്ങിക്കുക, അല്ലാതെ 10 ഗ്രാം 20 ഗ്രാം ആ പരിപാടിയില്ല. ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പാക്കറ്റോ അല്ലെങ്കിൽ ബഞ്ചോ ആയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ അവർ തരുള്ളൂ. ഈ ഒരു തരം പേസ്റ്റൽ ബീഡ്സിൻ്റെ കളക്ഷൻസ് കുറവാണ് കേട്ടോ അവരുടെ കയ്യിൽ. അത്ര നല്ല കളക്ഷൻസ് ഇല്ല. ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ബീഡ്സൊക്കെയാണുള്ളത്. പുതിയത് വന്നിട്ടുണ്ട്, വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പെരുന്നാളൊക്കെ ആയിട്ട് പഞ്ചിങ് ബീഡ്സ് ആണ്. ഇതുപോലെ ഹോൾസുള്ള ബീഡ്സും ഉണ്ട് കേട്ടോ.
ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പഞ്ചിങ് ബീഡ്സ് ആണ്, നമുക്ക് ഡ്രസ്സിലൊക്കെ പഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. അതുപോലെ പഞ്ചിങ് മെഷീൻ ഇവിടെ 450 രൂപയുള്ളൂ. നമ്മൾ പറഞ്ഞ ഓർഡർ തന്നവർക്ക് നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് ചോദിക്കലുണ്ടോ, അപ്പോൾ നമ്മൾ പറയും ഷോപ്പിൽ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ 2-3 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നിന്ന സമയത്ത് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ 500-550 റേഞ്ചിലുണ്ട്. ഇവിടെ 450 ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ അത് ഓർഡർ ആക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കട്ടോ. പിന്നെ ഇതിൽ ഗോൾഡൻ ബീഡ്സ് ആണ് അധികവും, ഗോൾഡൻ കോപ്പർ. ഇതിൽ തന്നെ ഒരുപാട് ഷേപ്പുകളുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ റൈസ് ബീഡ്സ്, മഴത്തുള്ളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ വർക്ക് വരുന്ന ലേസുകൾ, കാര്യങ്ങൾ, ചെയിൻ ലേസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് വരുമ്പോൾ ഒരുപാട് ടൈമാവും. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാം കൂടി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുള്ള് വീഡിയോ എടുത്താലും തീരില്ല, അത്രയും കളക്ഷൻസ് ഉള്ള ഷോപ്പാണ്. അതുപോലെ തന്നെ ഹാഫ് ബീഡ്സിന് പല ടൈപ്പ് ബീഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ വലിയ ബില്ലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഓരോന്ന് അങ്ങനെ ടിക്കറ്റ് മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിക്കുന്നുണ്ട് എൻ്റെ അടുക്ക്. അപ്പോൾ കാണുന്ന ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ്. അതുപോലെ ജ്വല്ലറി ഐറ്റംസ് ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം പേരും കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ അത് കാരണം അവർ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരോട് സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് എനിക്കുണ്ട്. അത് കാരണം ഞാൻ എല്ലാ ഐറ്റംസൊന്നും വാങ്ങിക്കാറില്ല. ഹുക്സ്, ജംറിങ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വെഡ്ഡിങ് ഡ്രസ്സിനൊക്കെ വെക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ നിറയെ. വീഡിയോ നിങ്ങൾക്ക് ബോറിംഗ് ആയോന്ന് അറിയില്ല. ഒരുപാട് പേർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമുണ്ടാവില്ല, അത് കാരണമാണ് കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാമല്ലോ എന്ന് കരുതി. എല്ലാം കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അത്രയും ഐറ്റംസാണ് ആ ഷോപ്പിലുള്ളത്. കണ്ടാൽ നമ്മളെല്ലാം വാങ്ങിക്കും. അപ്പോൾ പെരുന്നാളായിട്ട് പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകൾ തീർക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക, കാരണം അത് പെട്ടെന്ന് സെയിലായി പോകും. നമ്മൾ ആ ഒരു വാങ്ങിച്ച അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം കുറേ ഐറ്റംസ് നമ്മൾ കുറേ വെച്ചിരിക്കുമ്പോൾ ഒരു ബോറിംഗ് ആണ്. കാരണം നമ്മൾ കസ്റ്റമേഴ്സ് വീണ്ടും വരുമ്പോൾ അതേ ഐറ്റംസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വേഗം ക്ലിയർ ചെയ്ത് സെയിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും. അതായത് പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നവർക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളിത് ഐറ്റംസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റമദാൻ്റെ ടൈമിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി പെട്ടെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാളാകുമ്പോഴത്തേക്കും നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേഗം നമ്മൾ ഓർഡർ ആക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഷോപ്പിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ തന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടതിൻ്റെ ശേഷമാണ് ഇത്ര റീച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന മറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും സ്മൈലിയെങ്കിലും കമൻ്റ് ആയിട്ട് അയക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.